അപ്പോൾ ഇവരെ ഞാൻ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അല്ല അത് കുഴപ്പമില്ല, അത് വെച്ച് മോൻ കോരിക്കും. ഹലോ, വെൽക്കം ടു മറൈൻ ഫ്ലേവേഴ്സ്. അപ്പോൾ കുറേ നാളായി നമ്മൾ നമ്മുടെ കോയി ഫിഷിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോയി ഫിഷിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അത് അത്യാവശ്യം നന്നായിട്ട് ആൽഗ ആയിട്ടുണ്ട്. ഫിൽട്രേഷനും എയറേഷനും ഒക്കെ കറക്റ്റായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് പച്ച കളറായി. പിന്നെ അത് മാത്രമല്ല, ഫിഷിനെ അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, നല്ലതുപോലെ കാണാനും പറ്റുന്നില്ല. അപ്പോൾ അവർ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നും എത്ര സൈസ് ആയിട്ടുണ്ടെന്നും നമ്മൾ വാങ്ങിച്ചപ്പോൾ എത്ര ആയിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, എത്ര ഒന്ന് വളർന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷിനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ ജേഡൻ, റെഡിയാണോ? നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് പച്ച കളറായിട്ടുണ്ട് വെള്ളം. ഫിഷിനെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം. നമുക്ക് ഇനി നമ്മുടെ ഈ ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇവിടെയൊക്കെ ഈ മണി പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളർന്ന് സെറ്റായിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആദ്യം നമുക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ഞാൻ നമ്മുടെ ടാങ്കിലെ തന്നെ കുറച്ച് വെള്ളം ഇതിലെടുത്തിട്ടുണ്ട്. ഇനി ഈ ടാങ്കിലെ വെള്ളം കുറച്ച് നമുക്ക് എൻഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ട ഈ കലം, നമ്മുടെ ഫിൽറ്റർ വെള്ളം വരുന്നതാണ്. ഇത് എടുത്തിട്ടങ്ങ് താത്ത് വയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പൊയ്ക്കോളും. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഫിഷിനെ വളർത്തുമ്പോൾ നമുക്കിതിലെ വെള്ളം നന്നായിട്ടൊരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെടിയൊക്കെ വളർന്നു വരുന്നതാണ്. നല്ല ഒരു വളമാണ് ഈ ഫിഷ് കിടന്ന വെള്ളം. അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതിൻ്റെ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. നന്നായിട്ട് തഴച്ചു വളരുന്നുണ്ട്. ഇനി നമ്മൾ ഫിഷിനെ പിടിച്ച് മാറ്റാൻ പോവാണ്. ചാടിപ്പോയി. അത് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ ഫിഷാണ്. കണ്ടോ, അത് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നെയിം ഞാൻ മറന്നുപോയി കേട്ടോ. ബട്ടർഫ്ലൈ എന്നൊരു വേർഡ് ചേർന്നിട്ടുള്ളൊരു ഫിഷാണ്, പേരായിരുന്നു ഈ ഫിഷിന്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, അല്ലേ അവന്മാർ ചാടിപ്പോവും. നെറ്റെടുക്കാതെ എന്താണ് കാർപ്പല്ലല്ലോ മറ്റേ സക്കർ. കൂരിക്കാസ് കൊണ്ട് വേസ്റ്റ് തന്നെയാ.
ഇതിനകത്തുണ്ട്. നമ്മളെല്ലാവരും ഇതിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നല്ല വെള്ളം ആക്കുമ്പോൾ അണ്ടർ വാട്ടർ എടുക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. ഫിഷെല്ലാം നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ ഈ കിണറിൽ നിന്നാണ് നമ്മൾ എപ്പോഴും വെള്ളം എടുത്തിട്ട് കോഴി കാർപ്പിൻ്റെ ടാങ്കിലേക്ക് ഇടുന്നത്. ഇതിൽ വലിയ 2 ഷാർപ്പുണ്ട്, അത് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ട് ടാങ്ക് അപ്പോൾ ഇവരെ ഞാൻ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കുഞ്ഞിനെയൊക്കെ പിന്നീട് വാങ്ങിച്ചതാണ് നമ്മൾ. ഈ ഒരു ഫിഷ്, പിന്നെ ഇത് 2 എണ്ണം ആദ്യം ഉണ്ടായിരുന്നതാണ്. വൈറ്റും ഈ ബട്ടർഫ്ലൈയും ഒക്കെ നമ്മൾ പിന്നീട് എടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫിഷിനെ ഇതിൻ്റെ ടാങ്കിലേക്ക് തന്നെ തിരിച്ചു വിടാം. ഞാൻ ഗോപ്രോ വെള്ളത്തിന് അടിയിൽ വെച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ ഫിഷിനെ വിടുന്നത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിന് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ അടുത്തത് പോകുന്നു, അടുത്തതിന് വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫിഷിനെ എല്ലാം ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവർ ഇപ്പോൾ പേടിച്ച് നിൽക്കുവാണ്. ഇനിയിപ്പം 1-2 ദിവസം കഴിയും പേടിയൊക്കെ മാറാനായിട്ട്. എല്ലാവരും പക്ഷേ നല്ല ആക്റ്റീവാണ്. നമുക്ക് നമ്മുടെ മോട്ടർ ഓൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫിൽറ്റർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവരുടെ കുറച്ച് അണ്ടർ വാട്ടർ വിഷ്വൽസും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫിഷ് അത്യാവശ്യം എല്ലാം പേടിച്ച് നിൽക്കുവാണ്. എന്തായാലും രാവിലെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുള്ളത്. എയറേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഫിഷിനെ വാങ്ങിയ അന്ന് തൊട്ടുള്ള എല്ലാ എയറേഷൻ വെക്കുന്നതും ഇതുങ്ങൾക്ക് അസുഖം വന്നപ്പോൾ ട്രീറ്റ് ചെയ്തതും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കുറേ ഫിൽറ്റർ ഉണ്ടാക്കിയതും ഒക്കെ എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എല്ലാവരും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ്. പിന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ടിടണം. നമ്മൾ ഈ ഫിഷിന് വലിയൊരു ടാങ്ക് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇവരെ ഞാൻ പുതിയ ടാങ്കിലേക്കും കൂടെ മാറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് നോക്കി പറ. ലൈക്ക് ചെയ്യണം,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗുഡ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.